ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഞായറാഴ്ച. നമ്മൾ പതിവ് പോലെ വേഗം എണിക്കലില്ല, മെല്ലെ എണിക്കലുള്ളൂ. നാഷ്ടൊക്കെ അധികം പുറത്തുനിന്നായിരുന്നു ഞായറാഴ്ച മേടിക്കൽ. അപ്പോൾ ഇന്നും അതേപോലെ ലേറ്റായിട്ട് എണിച്ച് ഞാൻ എണീച്ചപ്പോൾ അമ്മ ഇനിയും എണീറ്റിട്ടുണ്ടായിട്ടില്ല. അമ്മേനെയും പോയി പൊക്കി എണീപ്പിച്ച് അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വന്ന് അപ്പോഴത്തേക്ക് ഏട്ടനും അച്ഛനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഏട്ടനും ഇന്ന് പണിയില്ല പറഞ്ഞതായിരുന്നു. പിന്നെ നോക്കുമ്പോൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു പണിയുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് പോയി. രാവിലത്തെ നാശ്ത പുറത്തുനിന്ന് പൊറോട്ട മേടിച്ച് നമുക്കുള്ളത് കൊണ്ട് തന്നിട്ടാണ് പോയിന്. അച്ഛനും എണീറ്റ് പോയിട്ടുണ്ടായിന്. പിന്നെ ഞങ്ങൾ അടുക്കളേൻ്റെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. ഡബ്ബിയൊക്കെ വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കാൻ വന്നിട്ട് ഞാൻ അങ്ങനെ നിന്നു. അപ്പോഴത്തേക്ക് അമ്മ ചോറും കറിയൊക്കെ നിന്ന് മീനൊക്കെ കൊണ്ടുവന്ന് കറിയൊക്കെ ആക്കി. പിന്നെ ഒന്ന് വീടിൻ്റെ പിൻവശം ഫുള്ള് കാട് കയറിയിട്ടുണ്ടായിരുന്നു. തെയ്യമൊക്കെ വരുന്നതുകൊണ്ട് വെളിച്ചപ്പാടൊക്കെ വരാനുള്ള സമയമായതുകൊണ്ട് ഞങ്ങളൊന്ന് വൃത്തിയാക്കാമെന്ന് വെച്ച് അങ്ങനെ വീടിൻ്റെ പിൻവശം ഒന്ന് കാടും വള്ളിയൊക്കെ ആയിട്ടുണ്ടായതുകൊണ്ട് അതൊന്ന് വൃത്തിയാക്കി. ഞാനും അമ്മയും കൂടി അമ്മ തന്നെ മൊത്തത്തിൽ വൃത്തിയാക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അമ്മ ഇങ്ങനെ തെയ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കേട്ടിങ്ങനെ ഞാനിങ്ങനെ അടിച്ചു വാർത്തിരുന്നു. ഈ വെളിച്ചപ്പാടൊക്കെ വരുന്നതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ TV-യിൽ സിനിമയിലൊക്കെ കണ്ടതല്ലാതെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഞങ്ങളവിടെ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ തെയ്യം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഇങ്ങനെ ഒന്നുമില്ലായിരുന്നു. പക്ഷേ തെയ്യം ഇവിടെയുള്ള അത്ര തെയ്യമൊന്നും നമ്മളവിടെ ഇല്ല. ഏതെല്ലോ ഇവിടെ കേൾക്കാത്ത പേരുള്ള തെയ്യങ്ങളൊക്കെ ഉണ്ട്, അമ്മ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനുള്ളൊരു ത്രില്ലിലായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 10-11 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് കാണാനൊന്നും പറ്റിയില്ല. ഇനി കാണണം അത്രയും തെയ്യങ്ങളൊക്കെ. പിന്നെ പരിപാടിയൊക്കെ ഒരുമാതിരി ഒതുക്കി തീർത്തപ്പോഴേക്ക് ഉച്ചയായി. പിന്നെ ഞാനും അമ്മയും കൂടി ചോറ് കഴിച്ച് ഒന്ന് വെറുതെ ഒന്ന് TV നോക്കി ഇരിക്കുമ്പോഴേക്ക് അച്ഛൻ വന്ന് ചോറെല്ലാം കഴിച്ച് അച്ഛൻ കടന്നു. അത് കഴിഞ്ഞ് അപ്പു വന്ന് കടന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി നമ്മളോട് ഇങ്ങനെ വർത്താനമൊക്കെ ഉണ്ടല്ലോ പറയലേനു. ഓനിന്ന് ലീവേനു. പിന്നെ ഞാൻ അവനെ പറഞ്ഞു വിട്ട് ഒരു ഐസ്ക്രീമിന് വേണ്ടി പറഞ്ഞു വിട്ട് ഒന്നും കൂടി. പിന്നെ ഐസ്ക്രീം കൊണ്ട് വന്നതാണിത്. അങ്ങനെ വന്ന് ഞങ്ങളൊക്കെ ഒന്ന് ഐസ്ക്രീം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് അപ്പു പോയി ചോറ് കഴിച്ച് കിടന്നുറങ്ങി. അച്ഛൻ പുറത്തെന്തൊക്കെയോ വൃത്തിയാക്കലേനും. അമ്മ